ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് പെസഹ അപ്പമാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പച്ചരി, ഇഡലി റൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ 1 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1/2 കപ്പ് ഉഴുന്നെടുക്കുക. 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനൊരു 8 ചെറിയ ഉള്ളിയും ചെറിയ വെളുത്തുള്ളി ഇതേ ടൈപ്പ് ഒരു 3 എണ്ണവും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഒരുപാട് അരഞ്ഞു പോകരുത്. ഒന്ന് ജസ്റ്റ് ഒരു തരിതരിയായിട്ട് ഈ തേങ്ങയൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. നമുക്ക് ജാറിലോട്ട് ഈ 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒതുക്കിയെടുത്ത തേങ്ങയാണ്. നമുക്ക് ഈ അരി നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ 2-3 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച അരിയായിരുന്നു പച്ചരി. എന്നിട്ട് ഈ ഉഴുന്നും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മാവ് ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി വേണം അടിച്ചെടുക്കാൻ, ഈ തിക്ക് പേസ്റ്റ് ആയിട്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ വരെ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാം. 1/2 മണിക്കൂർ മേലെ പോകരുത്, കാരണം ഉഴുന്നായതുകൊണ്ട് പുളിക്കും. നമുക്ക് പുളിയുള്ള അപ്പം അല്ല വേണ്ടത്. പെസഹ അപ്പം ആകുമ്പോൾ പുളി കുറവാണ് വേണ്ടത്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ശകലം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കതൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഇതേ കണക്ക് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓയിലെന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഇന്ന് എനിക്ക് ഓശാന ഞായർ പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോലയാണ്. അത് നമുക്കിതിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ആവിയിലോട്ട് വേവിച്ചിട്ട് ഷെയർ ചെയ്ത പെസഹ അപ്പം. ഇത് നിങ്ങൾ പെസഹയുടെ നിന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.